ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതിനെ മനസ്സുകൊണ്ട് വിഷമിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. പട്ടുസാരിയൊക്കെ ചിലവരെടുത്ത് പാടത്ത് കൊണ്ട് കുത്തിയാലും അവിടുത്തെ കോലത്തിനുണ്ടാവും ഇതിനേക്കാളും ഭംഗി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. കാരണം രേവതിക്ക് മനസ്സിലായി രേവതിനെയാണ് ഈ പറയുന്നേന്ന്. രേവതിക്ക് മാത്രല്ല വിഷമാവുന്നത് ശ്രുതിക്കും അതുപോലെ തന്നെ ഭാമയ്ക്കും വരെ വിഷമാവുന്നുണ്ട്. പക്ഷെ രേവതി അത് കേട്ട് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കായിരിക്കും. ആ സമയത്ത് രവി വരുന്നുണ്ട്. രവി വരുമ്പോ ശ്രുതി ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര ഇവിടെ ഒരു തുണിക്കട തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതിക്കും അതുപോലെ തന്നെ മോനും ഉള്ള കല്യാണ ഡ്രസ്സ് ഉണ്ട്, നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാതും എടുത്ത് വിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വില കാണുമ്പോ രവിയുടെ മുഖം അങ്ങനെ ചുങ്ങുന്നുണ്ട്, ചുളിഞ്ഞു പോകുന്നുണ്ട്. അത് ഭാമ ചന്ദ്രയ്ക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അങ്കിൽ പോയിട്ട് വരാം, ബ്യൂട്ടി പാർലറിൽ ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകും. കൂടെ ശ്രുതിയും പോകുന്നുണ്ട്, ശ്രുതിനെ അവിടം വരെ ആക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട്. രവി എന്തെങ്കിലും ചോദിക്കുന്നേക്കാൾ മുന്നേ ഭാമയും സ്ഥലം വിടുന്നുണ്ട്. അതിനുശേഷം രവി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയധികം വിലയുടെ ഡ്രസ്സ് എടുക്കാൻ നിനക്ക് എവിടുന്ന പണം? അത് ഞാൻ ഭാമരേന്ന് കടം വാങ്ങിയ ശരി, ഈ കടം നീ എങ്ങനെ വീട്ടും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ വീട്ടിനെ, മരുമോൾക്ക് ബ്യൂട്ടി പാർലറിലും ഉണ്ട്, അതുപോലെ തന്നെ സുധി ജോലി ഇല്ലേ, രണ്ടുപേരും കൊടുത്തോളൂ, നിങ്ങൾ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തുണികളൊക്കെ മടക്കി വയ്ക്കുന്ന സമയത്ത് സച്ചിയും വരുന്നുണ്ട്. സച്ചി വരുമ്പോ സച്ചി പെട്ടെന്ന് തന്നെ തുണികൾ സാരികളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ നോക്കുന്നുണ്ട്. നീ എന്തിനുണ്ടായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്ര. നോക്കട്ടെ എത്ര രൂപയുടെ സാരിയൊക്കെ വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. വലിയ വിലയുടെ സാരികൾക്കുള്ള മരുമോൾക്ക് വാങ്ങിയേക്കുന്നത്. രേവതിയുടെ സാരി എവിടെയെന്ന് ചോദിക്കും. രേവതിക്ക് എന്തിനാ എന്റെ മോന്റെ കല്യാണത്തിന് സാരി, അവൾ പഴയതൊക്കെ കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറ്റില്ല, നിങ്ങളുടെ മരുമോൾക്ക് വാങ്ങി അതേപോലത്തെ സാരിയും സ്വർണവും രേവതിക്കും വാങ്ങണം എന്ന് പറയുന്നു. അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഞാൻ തല്ലിപ്പൊളിക്കും, ഇവിടെ ബഹളം വയ്ക്കും, കല്യാണം നടക്കില്ല, എന്റെ കാശ് തരേണ്ടി വരും എന്നൊക്കെ പറയുമ്പോ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. രേവതിക്ക് അത് അകത്ത് നിന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നു കേട്ടോ. തനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട്. മോളെ രേവതി, ഇവനെ വിളിച്ചിട്ടുണ്ടായിട്ട് ഭക്ഷണം കൊടുത്തേ എന്ന് രവി പറയുന്നുണ്ട്. നീ സമാധാനപ്പെട്, രേവതിക്കുള്ള ഡ്രസ്സ് അല്ലേ, അതിന് നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറയുന്നു. വഴിയൊന്നും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പോരാ, രേവതിക്ക് ഡ്രസ്സ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേവതി സച്ചിനെ വിളിച്ചിട്ട് പോയി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് രേവതി സച്ചിയോട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. എന്തിന്? എനിക്ക് വേണ്ടി സംസാരിച്ചതിന്. അതിനെന്താ കുഴപ്പം, നമുക്ക് കാശ് തരാനുള്ള, ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വേറെ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ ചോറ് ഇട്, എനിക്ക് വിശക്കിനെന്ന് പറയുന്നു. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടി വീണ്ടും കല്യാണമൊക്കെ പറയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാണ്. ആ സമയത്ത് സച്ചി കാറും കൊണ്ട് വരുന്നുണ്ട്. എവിടേക്കാണ് അച്ഛാ പോണത്, വെയിൽ കൊണ്ട് പോകണ്ട, ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോ, പിന്നെ നിന്റെ കാർ നീ ഇപ്പൊ അങ്ങനെ ക്ഷണിക്കാൻ 1 കോടി രൂപയ്ക്ക് വാങ്ങിയിട്ട കാറല്ലേ ഇത്, വാടക ടാക്സി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എത്രയായാലും ഡ്രൈവർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് രവിയുടെ മുന്നിൽ വെച്ച് ചന്ദ്ര ഒരുപാട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട്. സച്ചിനെ കുത്തി വേദനിപ്പിക്കുന്നുണ്ട്. വാടക കാറാണ്, 10 ചക്രം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. 10 ചക്രം ഉള്ളത് കണ്ടെയ്നർ ലോറിന്, അല്ലാണ്ട് കാറല്ല, നിങ്ങളുടെ മോൻ വലിയ ജോലിക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും പറയുന്നുണ്ട്. അച്ഛാ, ഞാൻ നിങ്ങൾ വെയിൽ കൊണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചതെന്ന്, എനിക്കിപ്പോ നിങ്ങളെ കൊണ്ടാക്കി തരുന്ന നിർബന്ധമൊന്നുമില്ല. ഇവിടം വരെ വാടക വന്നപ്പോ വീട്ടിൽ തലവേദന ഉണ്ടായിരുന്നു, വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് വിചാരിച്ചു, അതിനേക്കാൾ വലിയ തലവേദന വഴി നിൽക്കണ കണ്ടു, ഇനി എനിക്ക് വേണ്ട, ഞാൻ പോണെന്നൊക്കെ പറയുന്നുണ്ട്. രേവതി ഓടി വന്നിട്ട് പറയും, ചായ കുടിച്ചിട്ട് പോ, തലവേദന എന്ന് പറഞ്ഞതല്ലേ, അത് സാരില്ല, നീ മാറിക്ക്, ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഞങ്ങളെയും കൊണ്ടുപോയിട്ട് ഇതിന്റെയും കൂടി വാടക വാങ്ങാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളേന്ന് ഞാൻ എന്തോരം വാടകയാണ് ഇതിന് മുന്നേ വാങ്ങിയിട്ടുള്ളതൊക്കെ ചോദിച്ച് അങ്ങനെ അമ്മയും മോനും കൂടെ തമ്മിൽ നല്ല വഴക്കൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം രേവതി അകത്തേക്ക് ഇങ്ങനെ പോകും. ആ സമയത്ത് സച്ചി പറയും, കാറിന് ഒരുപാട് ബാധ്യതയും കടങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോണെന്ന് പറയുന്നത്. അങ്ങനെ സച്ചി പോയതിനു ശേഷം രേവതിനെ പറ്റി ചന്ദ്ര വീണ്ടും രവിയോട് പറയുന്നു, അങ്ങനത്തെ ഒരു മാരണത്തിനെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾ എന്ന് വലതുകാൽ വെച്ച് കയറിയത്, ഇപ്പൊ കണ്ടില്ലേ, സ്വന്തം വണ്ടി ഓടിച്ചിരുന്നവൻ വാടക ടാക്സി ആയി, ഇനി ഇതിനേക്കാളും വലിയ കുത്തുപാള അവൻ എടുക്കും, അങ്ങനത്തെ പൂകെട്ടുകാരിനല്ലേ നിങ്ങൾ കൊണ്ടുവന്നത്, അവൾ അച്ഛൻ നിങ്ങളെ വണ്ടിയുടെ മുന്നിൽ ചാടി ചാവാനുണ്ടായൊരു കാരണം എന്നൊക്കെ പറഞ്ഞ് രേവതിനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന വർത്താനൊക്കെ പറയുന്നുണ്ട്. രേവതി ആണെങ്കിൽ അപ്പുറത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കണ്ണീരോട് കൂടി.
രവിക്കാണെങ്കിൽ വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. രവിയും പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിച്ച് നീ എന്റെ കൂടെ വരുമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ നീ തന്നെ പൊക്കോ, ഞാൻ പോരില്ല, രേവതിനെ പറ്റി ഇനി ഒരു അക്ഷരം നീ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് രേവതി അടുക്കളയിൽ വന്ന് ഭക്ഷണം വെക്കാനുള്ള അരി ഇടാൻ നോക്കണ്. അപ്പൊ അരി കുറച്ചുള്ളൂ പാത്രത്തില്. ആ അരി എന്തായാലും പെട്ടെന്ന് തന്നെ ഇങ്ങനെ വടിച്ചൊക്കെ ഇടുന്ന കണ്ടപ്പോ ചന്ദ്ര ദേഷ്യം വന്നു. ചന്ദ്ര കൊണ്ട് ചോദിക്കുന്നത് എന്തിട്ടീ കാണിക്കണേ, ഈ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കുടുംബത്തെ മഹാലക്ഷ്മി എന്നെ നഷ്ടപ്പെട്ടു പോകും. പറഞ്ഞ് ഭക്ഷണം വെക്കണ്ട അമ്മ, അതിനുള്ള അരി ഇടുന്നപ്പോൾ വേണ്ട, ഇങ്ങനെ വടിച്ചിട്ടൊന്നും അരി ഇടാൻ പാടില്ല, അരി ഇല്ലെങ്കിൽ അത് വീട്ടിലുള്ളവരോട് പറയണം. അതെങ്ങനെയാണ് ഐശ്വര്യവും ഗതികെട്ടവരും ഐശ്വര്യമില്ലാത്തവരും ഗതിയില്ലാത്ത ആൾക്കാരും കുടുംബത്തേക്ക് എന്ന് വന്ന് അന്ന് അരി വരെയും തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് രേവതിനെ വീണ്ടും കുത്തി നോക്കുന്നുണ്ട്. നീ നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ കലത്തിന്ന് വടിച്ചൊന്നും അരി ഇടാൻ പാടില്ല, ഇതെല്ലാം നിന്റെ ലക്ഷണക്കേട് എന്നൊക്കെ പറഞ്ഞ് രേവതിനോട് അടുക്കളയിൽ നിന്ന് എന്റെ കൺമുന്നിൽ നിന്ന് പോന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിക്കുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന രവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. രവി പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. രവി വന്നു കഴിഞ്ഞ് ചന്ദ്രയോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരും കല്യാണം ക്ഷണിക്കാൻ പോയി, സുധിയും ശ്രീയും കൂടി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പൊ പിന്നെ വീട്ടില് ചോറുണ്ടോ ഇല്ലയെന്ന് നോക്കാനും അരി ഉണ്ടോ എന്ന് നോക്കാനും നമുക്ക് പറ്റിയില്ല. അതിന് നീ അവളെ എന്തിനാ വഴക്ക് പറയണേ? നീ പറഞ്ഞ ഡയലോഗ് മുഴുവൻ ഞാൻ കേട്ടതാണ്. രേവതിയാണോ അതിന് കുറ്റക്കാരി അരിയില്ലാത്തതിന്റെ ഒക്കെ പേരില്? ഇനി മേലില് രേവതിനെ കുറിച്ച് നീ എന്തെങ്കിലും അനാവശ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രേ, എന്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയാലോ. ആവശ്യത്തിനും അനാവശ്യത്തിനും രേവതിയെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്ന നിന്റെ ഈ സ്വഭാവം നിർത്തിക്കോ, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് രേവതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് രവി ചന്ദ്രയോട് ഇങ്ങനെ ആജ്ഞാപിക്കുകയും ചെയ്യുന്നത്. ചന്ദ്രയെങ്കിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ രവിയുടെ മുഖം ഭാവം മാറിയത് കണ്ട് ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.